എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് കുട്ടികളെ പുറപ്പിടിപ്പിക്കുകയാണ്. അതിന് മെയിൻ ഉത്തരവാദിത്വം നമ്മുടെ പൊന്നൂസനാണ് കേട്ടോ. പൊന്നൂസ ഒരു ഹായ് കൊടുത്തടി. ഹായ്. അപ്പോൾ ദാ ശ്രീകുട്ടി ഉണ്ട്, ആത്മിക ഉണ്ട്, കുട്ടപ്പായി ഉണ്ട്, പിന്നെ പാറുപ്പോൾ വരും. ഓരോരുത്തരും ഇങ്ങനെ ഓരോ പിള്ളേരെ പുറപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ല നല്ല വീഡിയോസ് ഇതിൽ അല്ല നല്ല നല്ല ഭാഗങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് കണ്ടുനോക്കിയോ. അങ്ങനെ ഇക്കൊല്ലത്തെ ശ്രീകൃഷ്ണ ജയന്തി ഞങ്ങളും പിള്ളേരൊക്കെ ഗംഭീരമായിട്ട് തന്നെ ആഘോഷിച്ചു. സാധാരണ നമ്മുടെ അമ്പലത്തിൽ മാത്രമാണ് പിള്ളേരെ വേഷം കെട്ടി നിർത്തിക്കാറുള്ളൂ, രാധയായിട്ടും കൃഷ്ണനായിട്ടൊക്കെ. പക്ഷെ ഇന്ന് ഞങ്ങൾ സുന്ദരനും സുന്ദര കുട്ടപ്പന്മാരൊക്കെ ആയിട്ട് രാധയും കൃഷ്ണനൊക്കെ ആയിട്ട് ഞങ്ങൾ ശിവന്റെ അമ്പലത്തിലേക്ക് പോയി. വിരട്ടാണ് അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രമാണ്. സാധാരണ വിരട്ടാണത്ത് തൊഴുത് കഴിഞ്ഞാൽ നമ്മൾ ശിവന്റെ അമ്പലത്തിലും പോയി തൊഴാറുണ്ട്. അതിന്റെ വിവരണമൊക്കെ ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ആ ഓടുന്നത് ആരാന്നറിയോ? നമ്മുടെ ആത്മീയക്കുട്ടിയാണ്. ആത്മീയക്കുട്ടിയും പാറും തക്കുടും അതേപോലെ തന്നെ കൃഷ്ണനായിട്ട് എൻ്റെ കുട്ടപ്പായി, പിന്നെ ശ്രീകുട്ടി കുറച്ച് വലിയ കുട്ടിയാണ് അവരുടെ ഇടയിൽ കേട്ടോ. അപ്പൊ നല്ല രസമായിരുന്നു അവരുടെ കാട്ടിക്കൂട്ടലും നടത്തവും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പാറുവിന് ഭയങ്കര പവറായിരുന്നു കേട്ടോ. പാറു എന്ന് പറയുന്നത് ആ ചുവപ്പ് ഡ്രസ് ഇട്ട കുട്ടിയാണ് കേട്ടോ. നിങ്ങൾ പല വീഡിയോസിലും പാറു ചെറുതാവുമ്പോ ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ കുന്നിന്റെ താഴത്ത് അയ്യപ്പൻകാട്ടില് 10 വീടുകളുണ്ട്. ആ 10 വീട്ടിലെ ആൾക്കാരും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റില്ല, കുറച്ച് ആളുകളൊക്കെ കാണുള്ളൂ. ഇതൊക്കെ നമ്മുടെ കുടുംബക്കാർ തന്നെയാണ്. അപ്പൊ ഇതേപോലെ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒത്തുകൂടാറുണ്ട് കേട്ടോ. അങ്ങനെ പ്രശാന്തേട്ടൻ നമ്മുടെ കണ്ണൻകുട്ടീനെ നിങ്ങൾ ആദ്യമായിട്ട് കാണുമായിരിക്കും. അതായത് നമ്മുടെ പാറുവിന്റെ അനിയൻകുട്ടിയാണ് കേട്ടോ. അവന്റെ അച്ഛനാണ് അവനെ എടുത്തിരിക്കുന്നത്. അങ്ങനെ ഒക്കത്തും വെച്ച് ഇരിക്കുമ്പോൾ അവൻ കൈകൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അവന് നടക്കാൻ വേണ്ടി തിടുക്കായിട്ടിരിക്കുക. അവൻ അച്ഛനെ കാണുമ്പോൾ ഒരു ഇങ്ങനെ കുത്തിക്കലും പായലൊക്കെ ഇത്തിരി കൂടുതലാണ്. നടക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല, പിടിച്ച് നടക്കും. ആൾക്ക് ഒരു വയസ്സ് അങ്ങോട്ട് തികഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ കുട്ടപ്പായുടെ തലയിൽ കിട്ടുന്ന കിരീടം എപ്പോഴും അഴിഞ്ഞു പോയിട്ട് അവന് ദേഷ്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മ എപ്പോഴാ പോവാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തമ്പാട്ടിനെ തൊഴുതിട്ട് പോവാടാന്ന്. അപ്പൊ നമ്മൾ എന്ത് പരിപാടി ഇവിടെ നടക്കുകയാണെങ്കിലും, ഇനി ഒരു എക്സാമിന് പോവുകയാണെങ്കിലും, ഇനി പുറത്തേക്ക് പോവുകയാണെങ്കിലും നമ്മുടെ തറവാട്ടമ്പലത്തിൽ തൊഴുതിട്ടാണ് നമ്മൾ പോവാറുള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. എന്താ കാരണം എന്നറിയോ? ഇവര് ആദ്യമായിട്ടാണ് നമ്മുടെ ശിവക്ഷേത്രത്തിൽ നിന്ന് കൃഷ്ണന് രാധയെ വേഷം കെട്ടിയിട്ട് പോണത്. അപ്പൊ കുറേ പിള്ളേരുണ്ടാവും, കാണാൻ നല്ല രസാവും എന്നൊക്കെ പറയണ കേട്ടപ്പോ അത് അനുഭവിക്കാനുള്ള ഒരു തിടുക്കെന്ന് പറയില്ലേ, അപ്പൊ ആ ഒരു തിടക്കത്തിലാണ് നിൽക്കുന്നത്. ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം. ഇപ്പൊ 9 വർഷം കഴിഞ്ഞു. 9 വർഷത്തിനിടയിൽ ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ മാത്രമല്ല പൊന്നൂസും അതേപോലെ തന്നെ കാർത്തികയും അമ്മായിമാരും എല്ലാവരും ആദ്യമായിട്ടായിരിക്കും ഇവിടുന്ന് കുട്ടികളെ കൃഷ്ണവേഷം കെട്ടിയിട്ട് രാധവേഷമൊക്കെ കെട്ടിയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങൾ കൃഷ്ണന്റെ ജന്മദിനം ഇത്രയും നന്നായിട്ട് ആഘോഷിച്ചത് ഈ കൊല്ലമായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തെ ദൈവങ്ങളെ തന്നെ തൊഴാൻ പോവാണ് കേട്ടോ. അവിടെ നാഗത്താന്മാരുണ്ട്, അപ്പൊ അവരേനൊക്കെ തൊഴണം. അതെ, ആ നാഗത്താന്മാരെ തൊഴുമ്പോൾ ഉള്ളിൽ നിന്ന് തൊഴണം കേട്ടോ. അങ്ങനെ പുറത്ത് വന്നിട്ട് മലം കുറത്തി അങ്ങനെ കുറച്ച് ദേവീ ദേവന്മാരൊക്കെ ഇവിടെ ഉണ്ട്, ഗുരുക്കന്മാര്, അങ്ങനെയൊക്കെ കുറച്ച് ആളുകളുണ്ട്. അപ്പൊ അവരേനൊക്കെ തൊഴുത് അവരെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. നമ്മള് അവരാണ് നമ്മുടെ മണ്ണിനൊക്കെ കാത്ത് രക്ഷിക്കുന്നത് അവരാണ് അല്ലേ. നമ്മുടെ കൂടെ ഇവരെപ്പോഴും ഉണ്ടാവും. അപ്പൊ അങ്ങനെ പാറു ഒരു പ്ലേയിങ് കീസ് ഒക്കെ തരുന്നുണ്ട്, പിടിച്ചോളൂ ട്ടാ. അങ്ങനെ ഞാൻ തക്കുടുവിനെ കുറെ നേരം വിളിച്ചു, തക്കുടു ഈ എന്താ വരാത്ത? അപ്പൊ അതാ വിജയെടുത്തിയപ്പോ തക്കുടുവിനായിട്ട് വരുന്നു. മുഖത്ത് അത്ര തെളിച്ചില്ല കേട്ടോ. അപ്പൊ എന്താ കാരണം എന്ന് വെച്ചപ്പോ നമ്മുടെ കൃഷ്ണന്റെ മുണ്ടുടുത്ത് ശരിയായിട്ടില്ല അത്ര. അപ്പൊ ഞാൻ പറഞ്ഞു, തക്കുടു കുട്ട നല്ല ചന്തണ്ട് ഇട്ടാ കാണാന്ന് പറഞ്ഞപ്പോ ആളൊന്ന് ചിരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ തക്കുടുവിനെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി, കുട്ടപ്പായനെ ബാക്കിൽ, അതായത് 2 കൃഷ്ണന്മാരും ബാക്കിൽ രാധമാരും ആയിട്ട് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടരാൻ പോവുകയാണ്. അങ്ങനെ എന്താ കുട്ടി കൃഷ്ണൻ ഒക്കത്ത് കയറിയിട്ടുണ്ട്. അവന് മുഖത്തൊരു ചിരി പോലും ഇല്ല. ഞാൻ കുറെ ചിരിപ്പിക്കാൻ നോക്കി, പക്ഷെ ചിരിക്കണില്ല. പക്ഷെ പ്രീതയെടുത്തിയമ്മ അപ്പുറത്ത് നിന്നിട്ട് എന്തോ പറഞ്ഞപ്പോ അവൻ നല്ലോണം പല്ലിളിച്ച് കാണിച്ചു കേട്ടോ. ഫ്രണ്ടിൽ കീരിപ്പല്ല് പോലെ 2-3 പല്ല് വന്നിട്ടുണ്ട്. അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാ. തക്കുടൂനും ചിരിയൊന്നും കാണാനില്ല കേട്ടോ, എപ്പോഴും പിണക്ക് തന്നെയാണ്. അപ്പൊ വിജയടുത്തിയമ്മ എന്തൊക്കെയോ പറഞ്ഞ് സോപ്പിടുന്നുണ്ട്. അപ്പൊ നമുക്ക് വണ്ടിയിൽ പോവാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുട്ടികൾ അത്രയും ദൂരം നടത്തിക്കണ്ട് ഈ വേഷമൊക്കെ കെട്ടിയിട്ട്. അപ്പൊ അവരെ മേക്കപ്പ് ഒക്കെ വേർത്തിട്ട് പോയാലോ. അപ്പൊ വിബി പറഞ്ഞു ഞങ്ങൾ കൊണ്ടാക്കിയരാന്ന്. അപ്പോൾ കുഞ്ഞൻ പറഞ്ഞു ഞാനും കൊണ്ടാക്കിയരാന്ന്. അങ്ങനെ 2-3 ട്രിപ്പ് അടിച്ചിട്ട് ഞങ്ങൾ പോവാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ പിള്ളേരേനൊക്കെ ഞങ്ങൾ സേഫായിട്ട് കയറ്റിയിരുത്തി. ഇവിടുന്ന് ഒരു 2-3 മിനിറ്റേ ഉള്ളൂ കേട്ടോ യാത്ര. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ ആ സ്ഥലമൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ അവിടെ എത്താറായി. ഞാനും പൊന്നൂസും കുറച്ചവിടെ നടക്കാന്ന് വിചാരിച്ചു. അപ്പൊ അവര് വരുമ്പോഴേക്കും, അതായത് വണ്ടി അവിടെ കൊണ്ടാക്കി തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങൾക്ക് അവിടെ നിന്ന് പകുതിക്കുന്നിട കയറി പോവാലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയ്യപ്പൻകാട്ടിൽ നിന്ന് ഒരു ചെറിയൊരു ഘോഷയാത്ര തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടിയിരുന്ന തെക്കേന്ന് വിജയെടുത്തമ്മയും വടക്കേന്ന് കൗസല്യമ്മയൊക്കെ കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും പൊന്നൂസും കൂടിയിട്ട് നമ്മുടെ വഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്കന്മാർ ഇതാ മുന്നിൽ പോകുന്നുണ്ട് കേട്ടോ, നമ്മുടെ കുട്ടൂസനും അബിക്കുട്ടനൊക്കെ. അപ്പൊ അങ്ങനെ പരി എത്തുമ്പോഴേക്കും ബിബിയും കുഞ്ഞനും വന്ന് ഞങ്ങളെ വണ്ടിയമ്മ കയറ്റി ഹരിയറിന്റെ വീട്ടിലെത്തിച്ചു. അങ്ങനെ ഞങ്ങൾ പിള്ളേരെ
അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ വർത്താനങ്ങളും ഫോട്ടോസൊക്കെ എടുത്ത് നിൽക്കുന്ന സമയത്ത് കുചേലൻ പോണു. അപ്പോൾ ഒരു കുചേലനെ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് നോക്കി നോക്കാം, വഴിയെ കാണാം എന്താ പരിപാടിയെന്ന്. അങ്ങനെ പൊന്നൂസും കുട്ടികളും അങ്ങനെ നിൽക്കുമ്പോണ്ട് നമ്മുടെ സുബ്രേട്ടൻ്റെ ഭാര്യയും കുട്ടികളും. അങ്ങനെ അവരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുശലൊക്കെ ചോദിച്ച് ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കൃഷ്ണനെ രാധയെ കൊണ്ടൊക്കെ ചിരിപ്പിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ഒന്ന് ചിരിക്കട കുട്ടാ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ 32 പല്ല് കാട്ടിയിട്ട് അവൻ ചിരിച്ചു കേട്ടോ. പക്ഷെ അത് വീഡിയോയിൽ വിട്ടില്ല. അങ്ങനെ കാർത്തികയും തക്കുടും പിള്ളേരൊക്കെ കൂടിയിട്ട് ഞങ്ങൾ ഇതാ പോവാൻ നിൽക്കുകയാണ്. തക്കുടുവിൻ്റെ പിണക്ക് ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അമ്മൻ്റെ മുണ്ട് ശരിയായിട്ടില്ല എന്ന് ഇപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വിരിട്ടാണ് അമ്പലത്തേക്ക് പോയ ഒരു യാത്ര, അത് ഗംഭീര യാത്രയായിരുന്നു കേട്ടോ. കുട്ടപ്പായുടെ കിരീടം എപ്പോഴും എപ്പോഴും നിലത്തേക്ക് ചാടുക, അവൻ ചൂടായോണ്ടിരിക്കുക. കണ്ണൻകുട്ടി പിന്നെ സൈലന്റ് ആയിട്ട് രേഷ്മയുടെ മടിയിലിരിക്കുന്നുണ്ട്. പാറു പിന്നെ ഇന്റെ മുടി വലിക്കല്ലേ, ഇന്റെ പാവട വലിക്കല്ലേ, ഇന്റെ ഷാള് വലിക്കല്ലേ പറഞ്ഞിട്ട് പരാതിക്കാരിയായിട്ടൊരു മുക്കിൽ പോയിരിക്കുന്നുണ്ട്. ഞാനും കാർത്തികേയ ഇപ്പോൾ പുറത്തേക്ക് വീഴുന്നുള്ള ലെവലില് വിജയെടുത്തിവിടെ മടിയിൽ ഒരു കാല് കാർത്തികയുടെ പുറത്തുണ്ടായിരുന്നു തോന്നുന്നു. ആ ഒരു ലെവലിലാണ് ഞങ്ങൾ ഇരുന്നായിരുന്നത്. പക്ഷെ എന്നാലും കുഴപ്പമൊന്നും ഇല്ലാണ്ട് ആ ചേട്ടൻ ഞങ്ങളെ വിരിട്ടാണ് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. ഇതിന്റെ കാര്യങ്ങളും നടത്തിപ്പൊക്കെ നമ്മുടെ ഹരിയേട്ടനാണ് നടത്തുന്നത്. അതിന്റെ പിന്നിൽ ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും അവർക്കൊക്കെ ഒരുപാട് നന്ദി സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. കാരണം ഇത്രയും നല്ലൊരു പരിപാടി, അതായത് ശ്രീകൃഷ്ണ ജയന്തി എല്ലാ മക്കളുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതൊരു ഒരു ഒരു ഉണർവാണ് അല്ലേ. പല വീട്ടമ്മമാരും പുറത്തേക്കൊന്നും ഇറങ്ങാതിരിക്കുന്ന വീട്ടമ്മമാരുണ്ട്. അവർക്കൊക്കെ ഒരു എത്ര വിഷമം ഉണ്ടെങ്കിലും നമ്മൾ കണ്ണന്മാരെ രാധേനൊക്കെ കാണുമ്പോൾ അതങ്ങോട്ട് മറക്കൂലേ. ഇനിയിപ്പോൾ ഒരു കണ്ണനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണെടുക്കില്ല കേട്ടോ. കണ്ട ഈ കുഞ്ഞിക്കണ്ണൻ ഞങ്ങളുടെ കൂടെ വന്ന കണ്ണൻകുട്ടി. അപ്പോൾ അവൻ്റെ പേര് കണ്ണൻകുട്ടി എന്ന് തന്നെയാണ്. അപ്പം ഞങ്ങൾ ഇതാ അവന് കിരീടവും നമ്മുടെ ഓടക്കുഴലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വിരൽ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഗംഭീരമായിട്ടായിരുന്നു. പിന്നെ അത് നിലത്തേക്ക് പോണതാ കണ്ട കുട്ടപ്പായിയെ ഞാൻ സൗണ്ട് കൊടുക്കുമ്പോൾ കുട്ടപ്പായിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടാ. അങ്ങനെ പൊന്നൂസ് അവനെ ചിരിപ്പിക്കാൻ വേണ്ടി 18 പണി നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കണില്ല. അവൻ്റെ അച്ഛൻ്റെ ഒക്കെ തേറിയിട്ട് ചിരിക്കണോ വേണ്ടേ പറഞ്ഞിരിക്കുകയാണ്. അവൻ്റെ പല്ലൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ വീഡിയോ അപ്പുറത്തേക്കും ചിരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പല്ല് കെട്ടിയിട്ട് അവൻ ഈ പറയും കേട്ടോ. അങ്ങനെ കുറേ അമ്മമാർ ഇത് അമ്പലത്തിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വിരിട്ടാണ് അമ്പലം. വിരിട്ടാണ് അമ്പലത്തിൽ വേലയും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതൊരു മാർച്ച് മാസത്തിലാണ് ശരിക്കും വരാറുള്ളത്. നമ്മുടെ മുല്ലയ്ക്കലെ പൂരം കഴിഞ്ഞതിന് ശേഷം കേട്ടോ. വീട് കത്തണേന്റെ ഇടയിൽ കഴുക്കോല് ഊരണ കാര്യം പോലെയാണ് കേട്ടോ എൻ്റെ കുട്ടപ്പാടെ കാര്യം. അവന്റെ തലയിലിട്ട് കെട്ടിയിരിക്കണ ആ കിരീടല്ലേ, അത് എപ്പോഴും അഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ അമ്മ അത് എന്തുകൊണ്ടേലും ഒന്ന് കെട്ടിത്തായോ പറഞ്ഞപ്പോൾ നമ്മുടെ സുബ്രേട്ടൻ്റെ കുട്ടി അത് കെട്ടി കൊടുത്തുട്ടോ. അതിൻ്റെ ഇടയിലാണ് ഇവിടെ കുഞ്ഞിക്കണ്ണന്റെ പല്ല് കാട്ടിയിട്ടുള്ള ചിരി തുടങ്ങിയത്. അപ്പൊ അവൻ പാട്ടൊക്കെ പാടണ്ടേ, എന്തൊക്കെയോ പാട്ടാണ്, ഒന്നും മനസ്സിലാവണില്ല. കാക്കേനെ കണ്ടിട്ടാ പൂച്ചനെ കണ്ടിട്ടാ എന്താണെന്ന് അറിയില്ല. പൂച്ച എന്തായാലും അവിടെ ഇല്ല. പൂച്ചനെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ കാക്കേനെ കണ്ടിട്ടാവുന്നാണ് എൻ്റെ ഒരു സംശയം. അപ്പൊ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. ഒരു അച്ഛൻ നടന്നു വരുന്നുണ്ട്. ആ അച്ഛനും ഇങ്ങോട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതായിരിക്കും ഉണ്ണിയും ചിരിച്ചിട്ടുണ്ടാവുക. അവന്റെ അച്ഛൻ്റെ പോലെ തോന്നിയിട്ടുണ്ടാവേ. അങ്ങനെ ഒരുപാട് പേര് വന്ന് ഇറങ്ങി, വണ്ടിയിൽ ഇറങ്ങി. ശ്രീകൃഷ്ണനായിട്ടും രാധയായിട്ടും പല വേഷത്തിലും പല ചിരിയിലും അങ്ങനെ ഒരുപാട് കുട്ടികൾ വന്നു. ചിലർ പട്ടുപാവാടയുടെ ജമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്, ചിലർ ധാവണി ഉടുത്തിട്ടുണ്ട്. അങ്ങനെ ശ്രീകൃഷ്ണൻ ചിലർ തലയുടെ മുകളിൽ ഇങ്ങനെ നമ്മൾ തുണി പിരിഞ്ഞ് കെട്ടില്ലേ, അതേപോലെ കെട്ടിയിട്ടുണ്ട്. നല്ല ചന്തമായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കാണിക്കാം, ഒരു കുട്ടിയുടെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ റിലേറ്റീവ് തന്നെയാണ്. അങ്ങനെ അന്നദാന മണ്ഡപം, അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അവിലും പഴമൊക്കെ കുഴച്ചിട്ടുള്ള അവിൽ ഇതില്ലേ, അതാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തുടരും. അത് നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. അങ്ങനെ കുറച്ച് ഫോട്ടോസ് നമ്മുടെ പാറുവിൻ്റെയും ശ്രീകുട്ടിയുടെയും കുട്ടപ്പായുടെ ഫോട്ടോസൊക്കെ നമ്മുടെ പൊന്നൂസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവള് ഫോട്ടോസൊക്കെ എടുക്കുക, അടിപൊളിയായിട്ട് അവൾ ഫോട്ടോസൊക്കെ എടുക്കും. എന്നെക്കാളും നന്നായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ അവളാണ് എടുക്കുക. അപ്പോൾ എനിക്ക് വീഡിയോസൊക്കെ ആദ്യം എടുത്ത് തന്നിരുന്നതും അവളാണ്. എൻ്റെ ടിക്ടോക്കിലൊക്കെ അവളാണ് എൻ്റെ തുടക്കക്കാരി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കുഞ്ഞിക്കണ്ണനായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അവനവിടെ ഇരുത്തി. പക്ഷെ അവൻ ഒരു പൊടിക്ക് പോലും ഞങ്ങളായിട്ട് ഇണങ്ങി നിന്നില്ല. എന്താണെന്നറിയില്ല, അവന് ദേഷ്യം വന്നു. ആ ഇലയൊക്കെ പിടിച്ചിട്ടെടുത്ത് കളിക്കുകയായിരുന്നു. അങ്ങനെ പറ്റുന്ന രീതിയിൽ വീഡിയോസും ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുക്കാൻ നോക്കിയിട്ടോ. എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു അവൻ്റെ പോസും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അച്ചിയേ കണ്ണ് പറ്റി തോന്നുന്നു അതിന്. അങ്ങനെ ബാറ് പോയിട്ട് അവനെ വികൃതി അടിക്കുക, ഇങ്ങോട്ട് വാടാ എന്നൊക്കെ പറഞ്ഞ് അവനെ കുറേ വിളിക്കാനും പിടിക്കാനൊക്കെ നോക്കി. അപ്പോൾ മൂപ്പരാൾ എണീറ്റ് പൂവുള്ള പരിപാടിയില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഉണ്ണിക്ക് വിശക്കുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ, അതായത് നമ്മുടെ കുഞ്ഞിക്കണ്ണന്. അപ്പോൾ അവന് വേഗം ഫുഡൊക്കെ മേടിച്ച് ഞങ്ങൾ കൊടുത്തു. ദാവിലും അതേപോലെ തന്നെ പാൽച്ചായയൊക്കെ. അപ്പം ഞാൻ ഫോൺ കൈ പിടിച്ചപ്പോൾ ഭക്ഷണം തരുന്ന ചേട്ടന്മാർ പറയുക ഫോൺ അവിടെ വെക്കുക, എന്നിട്ട് ഭക്ഷണം മേടിക്കുന്നു. അവർക്ക് അറിയില്ലല്ലോ ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന്. അങ്ങനെ അതാ നല്ല ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞിക്കണ്ണൻ ഗമ്മും പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട്. ആ ഫ്രണ്ടിലത്തെ 2-3 പല്ല് വെച്ചിട്ട് അമുക്കാണ് കേട്ടോ. അങ്ങനെ പൊന്നൂസിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഞാൻ ആ താപ്പിൽ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ചേച്ചി ഫോൺ പിടിച്ചാൽ ഞാനും കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഫോണോടെ വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എടുക്കണ്ട, ചേച്ചി എടുത്തോണ്ട് പറഞ്ഞു. അങ്ങനെ
അങ്ങനെ ഞങ്ങൾ കുഞ്ഞിക്കണ്ണന് നമ്മുടെ പാൽച്ചായയും അതേപോലെ തന്നെ അവില് നനച്ചതൊക്കെ കൂടി കൊടുത്തു. അവൻ വയറ് നിറച്ച് കഴിച്ചു. അങ്ങനെ പൊന്നൂസും കഴിച്ചു, രേഷ്മയും കഴിച്ചു, പ്രശാന്തേട്ടനും കഴിച്ചു. ഞങ്ങൾ വീണ്ടും അവിടുന്ന് യാത്ര തുടരുകയാണ്. വിജയേട്ടത്തിയമ്മയും കാർത്തികയും തക്കുടും ഒക്കെ അവിടെ പോയി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടപ്പായി പറഞ്ഞു, അമ്മ ഞാൻ രണ്ടാമത്തെ ചായ കുടിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്യല്ലേ കുട്ടപ്പായി, എത്ര പേര് വരുന്നതാ. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മയ്ക്ക് വിശക്കുണ്ട്, അമ്മയ്ക്ക് ഇനിയും വേണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എടുക്കരുത് പറഞ്ഞു. അപ്പോൾ പൊന്നൂസ് പറഞ്ഞു, ചേച്ചിക്ക് ഒരു ചായയും കൂടി കിട്ടിയ കൊള്ളാട്ടോ എന്ന്. അപ്പം ഉണ്ടോ കുട്ടപ്പായി പോയി എടുത്തിട്ട് വരുന്നു. അങ്ങനെ ഞങ്ങൾ അതും കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാണ് കേട്ടോ. ഞങ്ങളിതാ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇതാ ഒരു കുഞ്ഞിക്കണ്ണൻ എന്താ നിങ്ങൾക്ക് ടാറ്റ തരണേ. അപ്പോൾ എല്ലാവരും ആ ടാറ്റ ഒന്ന് സ്വീകരിച്ചോളൂ കേട്ടോ. അവൻ ആത്മാർത്ഥമായി തന്നതാണ്. കാരണം ഞാൻ ടാറ്റ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് തന്നതല്ല. അവൻ ചിരിച്ചു നിന്നു ഞാൻ വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പോൾ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവൻ അങ്ങനെ ടാറ്റ തന്നു കേട്ടോ വീഡിയോയ്ക്ക്. അങ്ങനെ അതെല്ലാ അമ്മമാരും എല്ലാ കുട്ടികളും നമ്മുടെ കുചേലനും, ഒരു കുചേലൻ തന്നെ ഉള്ളൂ കേട്ടോ, കുചേലനും കൂടിയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. നോക്കണോടത്ത് മൊത്തം ക്യാമറ കേട്ടോ. ഓരോരുത്തരും അമ്മമാരും അനിയന്മാരും ചേട്ടന്മാരൊക്കെ ഇപ്പുറത്തുനിന്ന് ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഏതിലേക്കാണ് നോക്കണ്ടെന്നൊരു സംശയം. അപ്പോൾ ആറും തക്കടും എൻ്റെ ക്യാമറയിലേക്ക് എന്നെ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ചിരിക്കുക, ആ വക പരിപാടിയൊന്നും ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിക്കണ്ണൻ അപ്പുറത്ത് നിൽക്കണ രാധറെ ഷോള് പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടി തോന്നുന്നു. മറ്റേ കൃഷ്ണൻ രാധമാര് കുളിക്കുമ്പോൾ വസ്ത്രം എടുത്ത് കൊണ്ടുപോയ കഥയില്ല. പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വന്നിട്ട് അപ്പോൾ ഞാൻ അവനൊന്ന് ഫോക്കസ് ചെയ്തിട്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ രേഷ്മ അരുതറ അരുതറ എന്ന് പറയുന്നുണ്ട്. അവരും നമ്മുടെ റിലേറ്റീവ്സ് തന്നെയാണ് കേട്ടോ. കൗസല്യേച്ചി, സന്ധ്യേച്ചി, ഉണ്ണിമോള്, അവരുടെ മക്കള്. അപ്പോൾ തട്ടം പിടിച്ച് കളിക്കണ്ടായിരുന്നില്ലേ, അവളുടെ പേരാണ്. തട്ടം പിടിച്ച് കളിച്ചത് നമ്മുടെ കുഞ്ഞിക്കണ്ണനാണ്. പക്ഷെ തട്ടത്തിന്റെ ഉടമ ആരാണ്? നമ്മുടെ ദിയമോളാണ് കേട്ടോ. ദിയമോള് എൻ്റെ മകളായിട്ട് ഒരേ പടവുകൾ എന്ന ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ട്. അവളുടെ അച്ഛനൊക്കെ തന്നെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അതായത് ആ ഷോർട്ട് ഫിലിമിലേക്ക് എന്നെ ക്ഷണിച്ചത് അവളുടെ അച്ഛനാണ്. അച്ഛൻ ഒരു നടനാണ്. അച്ഛൻ ഒരുപാട് ഷോർട്ട് ഫിലിമിന് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ അപ്പുച്ചേട്ടൻ. അപ്പുച്ചേട്ടൻ്റെ ശരിക്കുള്ള നെയിം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അപ്പുച്ചേട്ടൻ തന്നെ ഇരിക്കട്ടെ, ഞങ്ങളെല്ലാവരും അപ്പുച്ചേട്ടൻ എന്നല്ല വിളിക്കാറ്. അപ്പോൾ ഹരിയേട്ടൻ എല്ലാ പിള്ളേരേനെയും നിർത്തിയിട്ട് ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും വരിവരിയായിട്ട് അമ്മമാരും കുട്ടികളും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും മക്കളേനൊക്കെ ചിലവർ എടുത്തിട്ടുണ്ട്, ചിലവർ നടത്തിക്കുന്നുണ്ട്, ചിലവർ പിച്ച വെച്ച് നടക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നല്ല ചന്തണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഉണ്ണിക്കണ്ണൻ്റെയും അതേപോലെ തന്നെ രാധറയും ഷോളപ്പുറത്ത് വീഴുന്നുണ്ട്, കിരീടം വീഴുന്നുണ്ട്, അതേപോലെ തന്നെ ഓടക്കുഴൽ വീഴുന്നുണ്ട്. എന്തൊക്കെയാ കാണേണ്ടത് ദൈവമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും വരിവരിയായി നടക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഹരിയേട്ടൻ അത്രയും സപ്പോർട്ടീവായിട്ട് അവിടുത്തെ ആളുകളേനെ വരിക്ക് നടത്താണ്. ആ കുട്ടി വീഡിയോ എടുക്കുകയാണ്, യൂട്യൂബിൽ ഇടാനാണ് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് തോന്നിട്ടോ. എന്തോ എനിക്ക് ആ ഒരു സമയത്ത് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഒരാൾ നമ്മളെ അടുത്ത് പെരുമാറുക എന്ന് പറയുന്നത് അത് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നൊരു കാര്യമാണ് അല്ലേ. പലരും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ മുഖം മറിച്ച് അങ്ങോട്ട് പോവാന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ചിരി വരിച്ചാലും, മുഖത്ത് ചിരി വരിച്ചാലും നമ്മുടെ ഉള്ളിൽ ചെറിയൊരു വിഷമം ഉണ്ടാവും. അവരാ വീഡിയോയിൽ വന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവും. പക്ഷെ ഹരിയേട്ടൻ അത്രയും സപ്പോർട്ടീവായിട്ട് നിന്നു ആ സമയത്ത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതിൽ പലരുടെയും മുഖം ഞാൻ ചെറുപ്പത്തിൽ കണ്ട് പരിചയമുള്ള മുഖമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വലുതായപ്പോൾ അവർക്ക് ചിലപ്പോൾ എന്നെ മനസ്സിലാവാത്ത കാരണമായിരിക്കാം. എന്തോ അങ്ങനെ ഞങ്ങളെല്ലാവരും യാത്ര തുടരുകയാണ്. അമ്മായിമാരും ചേച്ചിമാരൊക്കെ കൂടിയിട്ട് അങ്ങനെ വിരട്ടാണം ഭഗവതി ക്ഷേത്രത്തിലെ അമ്മയോട്, ഭദ്രകാളി അമ്മയോട് യാത്ര പറഞ്ഞ് ഞങ്ങളെല്ലാവരും പോവുകയാണ്. നമ്മുടെ കാർത്തിക ആൽത്തറയുടെ മുകളിൽ തന്നെ ഇരിക്കുന്ന അച്ചുട്ടൻ്റെ അടുത്ത് അവൾ ഫോട്ടോസ് സെൻഡ് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ അതാ പ്രദക്ഷിണമൊക്കെ വെച്ച് അമ്മേനെ തൊഴുതിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള യാത്രകൾ കുറച്ച് പാട്ടുമായിട്ട് നിങ്ങൾ അതായത് ഞാൻ ട്യൂൺ ഇടാം. അപ്പോൾ അതായിരിക്കും നല്ലത്. എൻ്റെ സൗണ്ട് തന്നെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അരോചകരായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ട്യൂൺസ് ഇട്ടിട്ട് കാണിച്ചു തരാം.
ഇതാണ് ഞങ്ങളുടെ ശിവക്ഷേത്രം കേട്ടോ. അതായത് വിരട്ടാണ് അമ്പലത്തിന്റെ നേരെ ഫ്രണ്ടില് ഒരു പാടം അക്കരെ കടന്നു കഴിഞ്ഞാൽ ഈ ഒരു അമ്പലമാണ് കേട്ടോ. അപ്പൊ പണ്ടൊക്കെ ഞാൻ അമ്മൂമ്മയുടെ കൂടെ വിരട്ടാണ് അമ്പലത്തേക്ക് വരുമ്പോൾ ഇവിടെയും കൂടി തൊഴുതിട്ടാണ് പോവാറുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യണം എന്നാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ ഒക്കെ അങ്ങനെ ചെയ്യണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ. അങ്ങനെ തളിയിൽ നിന്ന് നമ്മൾ ഇവിടുത്തെ വിരട്ടാണ് അമ്പലത്തിലെ നേരെ മുന്നിലായിട്ടുള്ള ശിവക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഇടതുഭാഗത്തായിട്ട് ശ്രീ മഹാഗണപതി ക്ഷേത്രം ഉണ്ട്. ചെറിയൊരു ഇടവഴി പോലെയാണ് അങ്ങോട്ട് ഉള്ളിലോട്ട്. അപ്പോൾ ഇപ്പോൾ ഒക്കെ പുരോഗമിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അമ്മ പണിക്കൊക്കെ വരാറുണ്ട്. കുമാറാണ് ഇവിടുത്തെ ഷീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കണ്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു അമ്പലം കാണുന്നത്. നമ്മുടെ നാട്ടിലുള്ള അമ്പലമായിരുന്നാലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പൊതുവെ ഞാനങ്ങനെ അമ്പലത്തിൽ പോവാറുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാലോ പോവാറില്ല. നമ്മുടെ തറവാട്ടമ്പലത്തിൽ പോവാറുണ്ട്, തൊഴും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ പൊതുവെ പുറത്ത് പോയിട്ട് തൊഴുന്ന പതിവ് കുറവാണ്. പക്ഷെ അത് ഉള്ളത് നല്ലതുമാണ് കേട്ടോ. നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും അല്ലേ. അങ്ങനെ കുട്ടപ്പായി അമ്മക്ക് കാല് കടയുണ്ട്, എത്താറായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടെ പോയിട്ട് കുറച്ചും കൂടി നടന്നു കഴിഞ്ഞ് എത്തൂടാ, വിഷമിക്കണ്ടെന്ന് ഞാനും പറഞ്ഞു. കുട്ടികൾക്കൊക്കെ കാല് കടയുണ്ട്. തക്കട് പറയേണ്ട അമ്മ എന്നെ എടുക്കുന്ന്. അപ്പൊ പകുതിക്ക് എത്താറായപ്പോൾ തക്കടു കാർത്തികയുടെ ഒക്കത്ത് കയറിയിട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും ഗണപതിനെ തൊഴുതിട്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. അവിടെ വിളക്ക് എത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ മനസ്സിനൊരു സന്തോഷം. മക്കളും കണ്ടുവല്ലോ നമ്മുടെ ഗണപതി കുട്ടനെ. അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ചെറിയൊരു കൃഷ്ണരൂപം വെച്ചിട്ടുണ്ട്. പാട്ട് വെച്ചപ്പോൾ നമ്മുടെ പൊന്നൂസ് നമ്മുടെ കുഞ്ഞിക്കടനെ എടുത്ത് ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ കൃഷ്ണനെയൊക്കെ കണ്ട് ഞങ്ങൾ കൺകുളിർക്ക് കണ്ടു തൊഴുതിട്ട് വീണ്ടും മടങ്ങുകയാണ് നമ്മുടെ ശിവക്ഷേത്രത്തിലേക്ക്. കണ്ണാ കണ്ണാ ഓടിവാ, ഉണ്ണി കണ്ണാ ഓടിവാ, ഓടക്കുഴലും പാടിവാ, ഉണ്ണിക്കാൽ വച്ചോടിവാ. കണ്ണാ കണ്ണാ ഓടിവാ, ഉണ്ണി കണ്ണാ ഓടിവാ, ഓടക്കുഴലും പാടിവാ, ഉണ്ണിക്കാൽ വച്ചോടിവാ. ചെറിയൊരു കണ്ണന്റെ പാട്ടില്ലാണ്ട് എന്ത് ഘോഷയാത്ര അല്ലേ, അല്ലെങ്കിൽ എന്ത് ശ്രീകൃഷ്ണ ജയന്തിയിലെ. അപ്പൊ ഞാൻ തന്നെ പാടിയതാണ്. ട്യൂൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റൈറ്റ്സ് കിട്ടും. അപ്പൊ എൻ്റെ പാട്ട് കേട്ടിട്ട് നിങ്ങൾ വീഡിയോ ഓഫ് ആക്കിയിട്ട് പോവരുതിട്ടാ. അങ്ങനെ ഞങ്ങൾ ഇതാ ഉണ്ണിക്കണ്ണനെ ഇവിടെ നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ചപ്പോൾ അവർ പൊടിക്ക് സമ്മതിക്കണില്ല. അങ്ങനെ പിള്ളേരൊക്കെ അങ്ങനെ ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര വണ്ടിയും പിള്ളേരും അമ്മമാരും ഏട്ടന്മാരും അച്ചച്ചന്മാരും അമ്മൂമ്മമാരും അനിയന്മാരും എല്ലാവരും കൂടിയിട്ട് കൃത്യമായ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പിള്ളേരെ എല്ലാവരെയും വരിവരിയായി ഇരുത്താനുള്ള പ്ലാനിങ് ആണ്. അവിടെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ട്. എന്താന്നല്ലേ, കുട്ടികൾക്ക് ലഡു കൊടുക്കുക, പിന്നെ മിഠായി ഉണ്ട്, പിന്നെ നമ്മുടെ ഉറിയടി മത്സരമുണ്ട്. അപ്പോൾ നമ്മുടെ കൂജേല ഇതാ കുടയും പിടിച്ചിട്ട് ഞാൻ എവിടെ നിൽക്കണ്ടേ എന്ന് ആലോചിച്ചിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരെയും വരിവരിയായിട്ട് കൃഷ്ണനെയും രാധേനെയൊക്കെ ഇരുത്തിയിട്ട് നമ്മുടെ കുചേലനെ ബാക്കിൽ നിർത്തി ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഫോട്ടോ എടുപ്പ് നടക്കുകയാണ് അവിടെ. അപ്പൊ ഞാനും എന്ത് ചെയ്തു, ഒരു ഫോട്ടോ എടുത്തു കേട്ടോ. അങ്ങനെ ഹരിയേട്ടനും അപ്പുചേട്ടനും എല്ലാവരും കൂടിയിട്ട് പിള്ളേരനൊക്കെ ഒതുക്കി വൃത്തിയാക്കി ഇരുത്താണ് എല്ലാവരെയും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിരിക്കടാ ചിരിക്കടാ എന്ന് ഓരോ അമ്മമാരിങ്ങനെ പറയുന്നുണ്ട് അവരവരുടെ മക്കളോട്. എല്ലാവരോടും ചിരിക്കാൻ വേണ്ടി അപ്പുചേട്ടനും ഹരിയേട്ടനും ഒക്കെ പറയുന്നുണ്ട്. അപ്പം എൻ്റെ കുട്ടപ്പായുടെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഇല്ല. പക്ഷേ കുറേ പിള്ളേരൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പണ്ടോ അവിടെ നാരങ്ങ വെള്ളം കൊടുക്കണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓടറാ ഓട്ടം. വെള്ളത്തിന് ദാഹിച്ചിട്ട് ഇത്ര നേരം നടക്കല്ലായിരുന്നോ, കുപ്പിയിലുള്ള വെള്ളം മുഴുവൻ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ശിവക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചധികം തന്നെ പറയാനുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും എനിക്കറിയാവുന്ന കുറച്ച് 2 കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോഴേക്കും അവിടെ കുട്ടികൾക്ക് ലഡു കൊടുത്ത് തീരട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ആ കാര്യത്തിലേക്കൊന്ന് കിടക്കാം. ഈ അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്ന കുറച്ച് വിവരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. തെറ്റുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തിരുത്തി തരണം കേട്ടോ. തളി മഹാദേവ ക്ഷേത്രം തിരുമതളിയപ്പൻ എന്നാണ് ഇവിടുത്തെ ഭഗവാനെ അറിയപ്പെടുന്നത്. തൃശ്ശൂർ ജില്ലയിലെ വരവൂർ പഞ്ചായത്തിലെ തളി എന്ന ദേശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഏകദേശം 1200 വർഷങ്ങൾക്ക് മുമ്പ് വരെ പഴക്കമുള്ള ഒരു അമ്പലമായിരുന്നു. വളരെ പുരാതന കാലത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു അമ്പലമാണ്. പല രീതിയിലുള്ള ലിപികൾ ഇതിലെ ചുമരുകളിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ മരത്തിൽ പല രീതിയിലുള്ള രൂപങ്ങൾ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അത് കാണുമ്പോഴും ആ അമ്പലത്തിൽ പോകുമ്പോഴും അവിടുത്തെ ഭഗവാനെ സന്ദർശിക്കുമ്പോഴും നമുക്ക് ആ ഒരു പ്രൗഢി ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. അതുമാത്രമല്ല ഇവിടെ ഒരു കൂവളത്തിന്റെ മരമുണ്ട്. ആ മരത്തിന്റെ അവിടെ പോയിരുന്ന ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അത് കിഴക്കോട്ട് ദർശനമായി ഇരിക്കുന്ന ശിവഭഗവാനാണ് ഇവിടെ പ്രദാനം ചെയ്യുന്നത്. അതായത് പ്രധാന പ്രതിഷ്ഠ വരുന്നത് ശിവഭഗവാനാണ്. കൂടാതെ തന്നെ ശ്രീകൃഷ്ണൻ, ഗണപതി, ശാസ്താവ്, പിന്നെ നാഗങ്ങളുണ്ട്, അതേപോലെ തന്നെ ഭഗവതി ഉണ്ട്. അങ്ങനെ തുടങ്ങിയ പ്രതിഷ്ഠകളും ഉണ്ട് കേട്ടോ.
ഇവിടുത്തെ ആഘോഷം എന്ന് പറയുന്നത് ശിവരാത്രിയൊക്കെ 6 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ട്ടോ. പിന്നെ വിഷുവിന്റെ ആഘോഷങ്ങളും ഉണ്ട്. ആറോട്ടോട് കൂടിയിട്ട് അത് അവസാനിക്കും ട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആഘോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ വളരെ ഗംഭീരമായിട്ട് എല്ലാ നാട്ടുകാരും കൂടി വന്ന് ചെറിയ ചെറിയ രീതിയിൽ വെടിക്കെട്ടും പിന്നെ നാടകവും അല്ലെങ്കിൽ കുട്ടികളുടെ ഡാൻസ് കലാപരിപാടികളൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുട്ടി കൃഷ്ണന്റെയും കുട്ടി രാധയുടെയും ഉറിയടി മത്സരം ഗംഭീരമായി തകൃതി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. നമ്മുടെ മൊബൈൽ ഏകദേശം കേടുവരാറായിട്ടുണ്ട്. സ്ക്രീനൊക്കെ നാശമായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്രയും ലേറ്റ് ആയത് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നല്ല ഫോണൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെയും കുട്ടപ്പായുടെ ഒരു എക്സാം ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവർക്ക് തിങ്കളാഴ്ച തൊട്ടേ ഉള്ളൂ. അപ്പോൾ എക്സാം ഒക്കെ നന്നായിട്ട് എഴുതുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് തന്നെ കാണാം.